പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, ഇന്നേ ദിവസം നമ്മുടെ ജീവിതങ്ങളെ ഈ ശുശ്രൂഷയിലേക്ക് അല്പനേരം നമുക്ക് കൊടുക്കാം. വചനദീപ്തി എന്ന ഈ പ്രോഗ്രാമിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ മാറ്റുന്ന, നമ്മളെ രൂപപ്പെടുത്തുന്ന, നമ്മളെ അനുഗ്രഹിക്കുന്ന, നമ്മളെ സ്പർശിക്കുന്ന മണിക്കൂറുകളാണ്. ഈ സമയങ്ങളിൽ മറ്റൊന്നിനെക്കുറിച്ചുമല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. ദൈവം എൻ്റെ ജീവിതത്തെ ക്രമീകരിക്കണം, ദൈവം എൻ്റെ ജീവിതത്തെ അനുഗ്രഹിക്കണം, എൻ്റെ വിശ്വാസ ജീവിതം വളരണം, എൻ്റെ കർത്താവിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാൻ എന്നെ ശക്തിപ്പെടുത്തണം. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ഒരു അനുഗ്രഹീതമായ ജീവിതം ആഗ്രഹിക്കുന്നവരാണ്. വളരെ ദൈവകൃപ നിറയുന്ന ഒരു ജീവിതം. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 4-ാം അധ്യായത്തിൽ അതിൻ്റെ 3 തുടങ്ങിയുള്ള തിരുവചനങ്ങളിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന, പഠിപ്പിക്കുന്ന ഒരു കാര്യം ഇതാണ്: നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമ്മുടെ വിശുദ്ധീകരണമാണ്. അസന്മാർഗതയിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു മാറണം. പാപത്തിൻ്റെ എല്ലാ ബന്ധങ്ങളിൽ നിന്നും പൂർണ്ണമായും അകലം കാണിക്കണമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെതിരായി നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ജീവൻ നമുക്ക് പൂർണ്ണമായി നഷ്ടപ്പെടുകയാണ്. നമുക്കറിയാം, പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവിനെ ദൈവം നൽകിയത് ദൈവം ചിലരെ വിളിച്ച് അഭിഷേകം ചെയ്യും. അതിനുശേഷം പരിശുദ്ധാത്മാവ് അവരിൽ വരുന്നു. ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ആ വ്യക്തികൾ പ്രവർത്തിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. എന്നാൽ ഈ കാലഘട്ടത്തിൽ മാമോദീസായിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറയപ്പെട്ടിരിക്കുന്നു. പഴയ കാലഘട്ടത്തിൽ പാപത്തിലേക്ക് ഒരു പ്രവാചകൻ പോയി കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവന് വിട്ടുപോകും. നമുക്കറിയാം, ഇസ്രായേൽ ജനത്തെ നയിക്കാൻ ദൈവം അഭിഷേകം ചെയ്ത ആളാണ് സാവോൾ രാജാവ്. എന്നാൽ ദൈവഹിതത്തിന് ചേരാത്ത വിധത്തിലുള്ള തൻ്റെ തീരുമാനങ്ങളും പ്രവർത്തികളും വന്നപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സാവോളെ വിട്ടുപോയി. അങ്ങനെ ദൈവഹിതത്തിന് ചേരാത്ത വിധത്തിലുള്ള പ്രവർത്തികൾ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വിട്ടുപോകുമായിരുന്നു. എന്നാൽ ഈ കാലഘട്ടത്തിൽ അങ്ങനെയല്ല. മാമോദീസായിലൂടെ നമ്മളിലേക്ക് ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിന് ഒരിക്കലും നമ്മെ വിട്ടിട്ട് പോകാനായിട്ട് സാധ്യമല്ല. ഈശോ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ ഒരിക്കലും അനാഥരായി വിട്ടുകളയില്ല എന്ന്. ഒരിക്കലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മളെ വിട്ടിട്ട് പോകാനായിട്ട് സാധ്യമല്ല. പകരം നാം പാപം ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ജീവനറ്റ് നിർജീവമായി നമ്മുടെ ഉള്ളിൽ ഒരു ഉണങ്ങിയ കനല് പോലെ, ഉണങ്ങിയ മരം പോലെ, കെട്ടുപോയ കനല് പോലെ പ്രയോജനരഹിതമായി കിടക്കുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഉണർത്തി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ജ്വലിപ്പിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മളിൽ നിറവേറുന്നതും ദൈവത്തിൻ്റെ പ്രവർത്തികൾ പ്രകടമാകുന്നതും ഒരു അനുഗ്രഹീതമായ ജീവിതം നമുക്ക് കൈവരുന്നതും. നമുക്കറിയാം, ഇന്ന് ഈ കാലഘട്ടത്തിൽ ഈശോ വളരെ പ്രധാനമായിട്ട് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഈ കാലഘട്ടത്തെ നമ്മൾ മനസ്സിലാക്കി വേണം ജീവിക്കാൻ. ഇന്ന് ഈ കാലഘട്ടം പാപത്തെ നിസാരമായിട്ട് കരുതുന്ന ഒരു കാലഘട്ടമാണ്. സുഹലോലുപത, മത്യാസക്തി, അവിഹിത വീഴ്ച, ഇങ്ങനെ തിന്മയുടെ വലിയ ഒരു കുതിച്ചുകയറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. ഈ ദിവസം ഒരു കെണി പോലെ നമ്മുടെ മേൽ വീഴുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുക. ഈ സമയം ലൂക്കായുടെ സുവിശേഷം 21-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, മദ്യാസക്തി, ജീവിത വ്യഗ്രത, അവിഹിത വീഴ്ച, പാപത്തോടുള്ള ബന്ധം നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായും നശിപ്പിക്കും. പ്രിയപ്പെട്ടവരെ, ഇന്ന് കർത്താവിന് മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു നിമിഷം നമ്മൾ ചിന്തിക്കേണ്ടത്, എൻ്റെ ജീവിതത്തിൽ എന്നിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ജീവനോടെയാണോ എന്നിലായിരിക്കുന്നത്? എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് ഇന്ന് നിർജീവമായാണോ ഇരിക്കുന്നത്? ഞാനിന്ന് വചനങ്ങൾ കേൾക്കുന്ന ആളാണ്, ദിവ്യബലി അർപ്പിക്കുന്ന ആളാണ്, പക്ഷേ
എൻ്റെ ജീവിതത്തിൽ വേണ്ടത്ര വിശുദ്ധി ഞാൻ കാത്തു സൂക്ഷിച്ചിട്ടുണ്ടോ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് വിശുദ്ധിയില്ലാത്ത ഒരു വ്യക്തിയിൽ വസിക്കുക സാധ്യമല്ല. ഒരു വ്യക്തി ദൈവം ആഗ്രഹിക്കുന്നത് വിശുദ്ധിയിൽ ജീവിക്കണമെന്നാണ്. എങ്കിൽ മാത്രമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ആ വ്യക്തിയെ നയിക്കാനായിട്ട് പറ്റുക. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 1-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുകയാണ്, ജ്ഞാനം കപട ഹൃദയത്തിൽ പ്രവേശിക്കുകയില്ല, പാപത്തിന് അടിമയായ ശരീരത്തിൽ അത് വസിക്കുകയുമില്ല എന്ന്. പാപത്തോടെ ഉള്ളൊരു ശരീരം, പാപകരമായ ഒരു ശരീരത്തിൽ, കപടതയുള്ളൊരു ഹൃദയത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് വസിക്കാനായിട്ട് സാധ്യമല്ല. നമ്മൾ നമ്മുടെ ജീവിതം ഒന്ന് പരിശോധിക്കണം. നമ്മൾ ഒരു കപടഭക്തയാണോ? നമ്മുടെ വിശ്വാസം യഥാർത്ഥത്തിൽ നമ്മൾ യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്നുണ്ടോ? നമ്മുടെ ക്രൈസ്തവ ജീവിതം കൊണ്ട് യേശു എന്ന നമ്മുടെ ദൈവമായ കർത്താവ് മഹത്വപ്പെടുന്നുണ്ടോ? എന്താണ് എൻ്റെ കർത്താവിന് വേണ്ടി എനിക്ക് ചെയ്യാൻ പറ്റുക എന്ന്, എങ്ങനെയാണ് ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നതെന്ന് 2 കൊറിന്ത്യസ് 5:15 വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുകയാണ്, ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ തങ്ങൾക്ക് വേണ്ടി മരിക്കുകയും ഉയർക്കുകയും ചെയ്തവന് വേണ്ടി ജീവിക്കേണ്ടതിനാണ് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചതെന്ന്. എൻ്റെ കർത്താവായ യേശു എനിക്ക് വേണ്ടി മരിച്ചെങ്കിൽ ഞാൻ ജീവിക്കേണ്ടതും ഞാൻ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതും എൻ്റെ കർത്താവിൻ്റെ മഹത്വത്തിനാണ്. എൻ്റെ കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി ഞാൻ ജീവിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ഞാൻ ചേർന്ന് നിൽക്കണം. ഞാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് വിധേയപ്പെടണം. ഞാൻ അധരം കൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയും ശരീരം കൊണ്ട് പാപത്തെ സ്നേഹിക്കുകയും ചെയ്തു കഴിയുമ്പോൾ പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് നഷ്ടമായി പോകും. പരിശുദ്ധാത്മാവിന് വസിക്കാൻ പറ്റാത്ത ഒരു ആലയമായിട്ട് നമ്മുടെ ജീവിതം മാറും. ഈ കാലഘട്ടത്തിലേക്ക് നമ്മുടെ കുടുംബങ്ങളെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. ഇന്നൊരു ആഘോഷം വരുമ്പോൾ മദ്യത്തിനും മറ്റു ലഹരി പദാർത്ഥങ്ങൾക്കും മുൻതൂക്കം കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ജീവിതങ്ങൾ മാറുന്നുണ്ട്. വിശ്വാസം കാത്തു സൂക്ഷിക്കേണ്ട വ്യക്തികൾ, വിശ്വാസത്തിന് വേണ്ടി നിൽക്കേണ്ടവർ, വിശുദ്ധി കാത്തു സൂക്ഷിക്കേണ്ടവർ, ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടവർ ഇന്ന് സുഹലോലുപതയിലാണ്. ഇങ്ങനെ പാപത്തിൻ്റെ വഴിയെ നടന്ന് ജീവിതം പൂർണ്ണമായും പരാജയപ്പെട്ടു പോകും. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ഈ കാര്യങ്ങൾ അവഗണിക്കുന്നവൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെയാണ് അവഗണിക്കുന്നതെന്ന്. ഈ കാര്യങ്ങൾ അവഗണിക്കുന്നവൻ, ദൈവത്തിൻ്റെ കൽപ്പനകൾ ലംഘിച്ച് പാപത്തിൽ മുഴുകുന്നവൻ അവഗണിക്കുന്നത് ദൈവത്തെ തന്നെയാണ്. ഈ കാര്യങ്ങളിലെല്ലാം പ്രതികാരം ചെയ്യുന്നവനാണ് കർത്താവ്. ഈ കാര്യങ്ങളിലെല്ലാം പ്രതികാരം ചെയ്യുന്നവനാണ് ദൈവം. ഒരുപക്ഷെ ദൈവം നിന്റെ ഏതെങ്കിലും അറിയാതെ തെറ്റുകൾ ദൈവം ക്ഷമിക്കും. പക്ഷേ പരിശുദ്ധാത്മാവിനെതിരായിട്ട് നീ പാപം ചെയ്ത് കഴിയുമ്പോൾ അത് ക്ഷമിക്കപ്പെടുകയില്ലെന്ന് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 32-ാമത്തെ വാക്യം പറയുന്നു, മനുഷ്യപുത്രനെതിരായി ആരെങ്കിലും സംസാരിച്ചാൽ അത് ക്ഷമിക്കപ്പെടും, എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായി സംസാരിച്ചാൽ അത് ക്ഷമിക്കപ്പെടുകയില്ല എന്ന്. വളരെ ഗൗരവമായിട്ട് നമ്മൾ ചിന്തിക്കണം. എൻ്റെ ജീവിതത്തിൽ ഞാൻ ദൈവത്തിൻ്റെ ആത്മാവിനെ എപ്പോഴും നശിപ്പിച്ചുകൊണ്ടാണോ ജീവിക്കുന്നത്? ഈ ലോകത്തിൻ്റെ സുഖത്തിന് വേണ്ടി ജഡത്തിൻ്റെ ആസക്തികളെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് പാപത്തിൻ്റെ സുഖങ്ങളിൽ മുഴുകി ഇങ്ങനെ ഞാൻ എൻ്റെ ജീവിതം ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നെങ്കിൽ, ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുകയാണെങ്കിൽ ഇവിടെ വലിയ മാരകമായൊരു പാപമുണ്ട്, മാരകമായ ഒരു തിന്മയുണ്ട്. അത് നിന്റെ ദൈവത്തെ നിന്നിൽ നിന്ന് നശിപ്പിച്ചു കളയുന്ന, പൂർണ്ണമായും നീ തിന്മയ്ക്ക് അടിമപ്പെട്ടു പോകുന്ന, ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത വിധത്തിലുള്ള വലിയ പാപത്തിൻ്റെ കുഴിയിലേക്കാണ് നീ പോകുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. നമുക്കറിയാം, സാംസൺ എന്ന് പറഞ്ഞ വ്യക്തി കർത്താവിൻ്റെ അഭിഷേകം സ്വീകരിച്ചൊരു വ്യക്തിയാണ്. കർത്താവിൻ്റെ ആത്മാവ് ശക്തമായി കുടികൊള്ളുന്ന ഒരു വ്യക്തിയാണ് സാംസൺ. വളരെ നിസ്സാരമായിട്ടാണ് ഈ മനുഷ്യൻ സിംഹത്തെയും കരടിയൊക്കെ വലിച്ചു കീറുന്നത്. എന്നാൽ ഇദ്ദേഹം ഒരു സ്ത്രീയിൽ തൻ്റെ ഹൃദയം ചാഞ്ഞു കഴിഞ്ഞപ്പോൾ, പാപത്തിലേക്ക് ആ വ്യക്തിയുടെ ഹൃദയം പോയി കഴിഞ്ഞപ്പോൾ അവിടെ ഒരു കാര്യം സംഭവിച്ചതാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സാംസണിൽ നിന്ന് വിട്ടുപോകുന്ന അവസ്ഥയിലേക്കായി. സാംസണിൽ നിന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വിട്ടുപോയി. ദൈവത്തിൻ്റെ ശക്തനായ ഒരു മനുഷ്യൻ
പിന്നെ വിജാതികരുടെ മുമ്പിൽ ഒരു കുരങ്ങനെ പോലെ ആയി മാറുന്ന അവസ്ഥ കാണാൻ പറ്റും. നമ്മുടെ ജീവിതങ്ങൾ ക്രമീകരിക്കപ്പെടണമെങ്കിൽ, നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, നമ്മുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നാം എല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് ജീവിക്കണം. പാപത്തെ ഒരിക്കലും ലഘുവായിട്ട് കാണരുത്. ഇന്ന് ഈ കാലഘട്ടത്തിലെ പാപം എന്ന് പറയുന്നത് ഒരു ലഘുവായൊരു കാര്യമായിട്ട് ആൾക്കാർ മനുഷ്യർ കാണുകയാണ്. പാപത്തെ നിസ്സാരമായിട്ട് കാണുന്ന ഒരു കാലഘട്ടമാണ്. എത്ര വലിയ പാപം ചെയ്താലും അത് കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു കാലഘട്ടമാണ്. അല്ല പ്രിയപ്പെട്ടവരെ, എത്ര ചെറിയ പാപമാണെങ്കിലും അത് പരിശുദ്ധാത്മാവിന് എതിര് തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ തിരിഞ്ഞിട്ട് നമ്മൾ കർത്താവിൻ്റെ മുമ്പിൽ ഇരിക്കണം. കണ്ണുനീരോടെ കരഞ്ഞ് പ്രാർത്ഥിക്കണം, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ, എൻ്റെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകൾ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നിൽ ഇന്ന് നിർജീവമാണെങ്കിൽ ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കണം. വിശുദ്ധ കുമ്പസാരത്തിൽ പാപങ്ങൾ ഏറ്റുപറയണം. എന്നിട്ട് അനുതപിച്ച് ദൈവത്തിലേക്ക് തിരിച്ചു വരണം. കർത്താവ് ക്ഷമ കാണിക്കുന്ന ദൈവമാണ്. കർത്താവ് നിന്റെ പാപങ്ങൾ കണക്കിൽ വെച്ച് പകരം വീട്ടുന്ന ദൈവമല്ല. കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള അത്ര അകലത്തിൽ നിന്റെ അകൃത്യങ്ങളെ അവിടുന്ന് നിന്നിൽ നിന്ന് അകറ്റി നിർത്താൻ മനസ്സുള്ള ദൈവമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പശ്ചാത്തപിച്ച് ദൈവത്തിലേക്ക് തിരിഞ്ഞു വരാനായിട്ട് നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ഒരുക്കണം. നമ്മൾ ജീവിക്കേണ്ടത് ഈ സുഖലോലുപതയിലല്ല, ദൈവത്തിൻ്റെ കൃപയിലാണ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലാണ്. ചിലരൊക്കെ വിചാരിക്കും, ഇനി എനിക്ക് രക്ഷയില്ല, ഞാൻ ഒത്തിരി പാപ വഴി നടന്നുപോയി, ഇനി എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ ചിലർ വിചാരിക്കുന്നുണ്ടാകാം. ഞാൻ ഒത്തിരി മദ്യത്തിനും മറ്റ് തിന്മകൾക്കും ഞാൻ അടിമയായിപ്പോയി, ഇനി എനിക്ക് രക്ഷപ്പെടാൻ പറ്റില്ല എന്നൊക്കെ ചിലർ ചിന്തിക്കുന്നുണ്ടാകാം. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വചനം ഓർമ്മപ്പെടുത്തുക. യെശയ്യാ 59 അധ്യായത്തിൻ്റെ 1 വാക്യം ഇങ്ങനെ പറയുന്നു: രക്ഷിക്കാനാവാത്ത വിധം എൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല. നിന്നെ രക്ഷിക്കാൻ കർത്താവിൻ്റെ കരം ചെറുതായി പോയിട്ടില്ല. നിന്നെ രക്ഷിക്കാൻ പറ്റാത്ത വിധം നിന്റെ കർത്താവിൻ്റെ കൈകൾ കെട്ടപ്പെട്ടിട്ടില്ല. നിന്റെ വിളി കേൾക്കാൻ പറ്റാത്ത വിധം നിന്റെ ദൈവത്തിൻ്റെ കാതുകൾ അടഞ്ഞു പോയിട്ടില്ല. പകരം ഒരാഗ്രഹം ഉണ്ടാകണം, എനിക്ക് കർത്താവിലേക്ക് വരണം, എൻ്റെ ഈ പാപാവസ്ഥയിൽ നിന്ന് എനിക്ക് വിടുതൽ വേണം, എൻ്റെ ജീവിതം നവീകരിക്കപ്പെടണം, എൻ്റെ ജീവിതം നവീകരിക്കപ്പെടണം. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ എന്താ പറയുന്നത്, കുമ്പസാരത്തെക്കുറിച്ച് പറയുമ്പോൾ കുമ്പസാരിക്കാനായിട്ട് മനുഷ്യർക്ക് താല്പര്യമില്ല എന്നുള്ളതാണ്. കുമ്പസാരിക്കാനായിട്ട് പ്രത്യേകിച്ച് പാപങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ്. കാരണം അനുതപിക്കുക, ദൈവവചനമില്ലാതെ, ദൈവത്തിൻ്റെ വചനമില്ലാതെ, ദൈവത്തിൻ്റെ കൃപയില്ലാതെ ഒരു വ്യക്തിക്കും നല്ലൊരു കുമ്പസാരം നടത്താനായിട്ട് സാധ്യമല്ല. തുടർച്ചയായി ദൈവവചനം കേൾക്കുകയും തുടർച്ചയായി അനുതപിച്ച് പാപത്തെ ഓരോ ദിവസവും, നമ്മുടെ പാപത്തെ ഓർത്ത്, ഓരോ ദിവസവും നമ്മുടെ അവസ്ഥയെ ഓർത്ത് ദൈവസന്നിധിയിൽ കരയണം. നമ്മുടെ തെറ്റുകളെ ഓർത്ത് പശ്ചാത്തപിക്കണം, പുതിയ തീരുമാനങ്ങൾ എടുക്കണം. വീഴുന്നെങ്കിൽ ആ വീഴ്ചയിൽ നിന്ന് എഴുന്നേറ്റ് വീണ്ടും നടക്കാനായിട്ട് ശ്രമിക്കണം. വീണ്ടും വീഴാനല്ല, പിടിച്ചു നിന്ന് അഭിഷേകത്തോടെ ജീവിക്കാനായിട്ട് ശ്രമിക്കണം. അങ്ങനെ ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി നീ പരിശ്രമിക്കാൻ തുടങ്ങുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കും. ഈ അപകടങ്ങളിൽ നിന്ന്, ഈ പാപാവസ്ഥയിൽ നിന്ന് കർത്താവ് നിന്നെ വിടുവിക്കും. മറ്റൊരു തിന്മയാണ് വലിയ നിരാശയാണ്. ഒരു കാര്യത്തിൽ ഒരു പ്രത്യാശയില്ല. ലോകത്തിൻ്റെ കാര്യങ്ങൾ സ്വന്തം ബുദ്ധിയിൽ ഇങ്ങനെ അടിച്ചമർത്തി വെച്ചിരിക്കുകയാണ്. പ്രാർത്ഥിച്ചു ഒന്നും നടക്കുന്നില്ല. അവസാനം പറയുന്നത്, ഞാൻ ആത്മഹത്യ ചെയ്യുന്നതാണ് നല്ലത്, ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാളും നല്ലത് ഞാൻ മരിക്കുന്നതാണ് എന്ന് പറഞ്ഞ് ഈ പാപത്തിൻ്റെ ബന്ധനത്തിലേക്ക് പോകുന്ന അവസ്ഥയാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവുള്ളൊരു വ്യക്തിയാണെങ്കിൽ അവൻ ദൈവത്തിലേക്ക് കണ്ണുകൾ ഉയർത്തും, അവൻ ദൈവത്തിലേക്ക് ചിന്തകൾ ഉയർത്തും. സങ്കീർത്തനം 121 പറയുന്നില്ലേ, പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരും. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവത്തിൽ നിന്ന്. എൻ്റെ ദൈവം എന്നെ സൃഷ്ടിച്ച ദൈവമാണ്. ആ ദൈവം എന്നെ കരുതുന്ന ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, ഒരു പ്രശ്നം വരുമ്പോൾ, ഒരു അപകടം വരുമ്പോൾ, ഒരു അസ്വസ്ഥ വരുമ്പോൾ, ഒരു മുറിവ് വരുമ്പോൾ, ഒരു തകർച്ച വരുമ്പോൾ മരിച്ചാലോ എന്നല്ല ചിന്തിക്കേണ്ടത്, ഞാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിലാണോ എന്ന് ചിന്തിക്കണം. ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും ഭാരങ്ങളും ഞെരുക്കങ്ങളും പീഡകളും നമ്മുടെ ജീവിതത്തിൽ കടന്നുകൂടിയാലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് വസിക്കാനുള്ള ഒരു ആലയമാക്കി നമ്മൾ രൂപാന്തരപ്പെടുത്തണം. നമ്മൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നമ്മളിൽ വസിക്കുന്നുവെന്നും നീ അറിയുന്നില്ലേ എന്ന് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുക.
ദൈവത്തിൻ്റെ ആലയം എന്താ? നമ്മൾ ഓരോരുത്തരുമാ. ദൈവത്തിൻ്റെ ആലയം എവിടെയാ ദൈവം വസിക്കുന്നത്? നമ്മളിലാ ദൈവം വസിക്കുന്നത്. 1 യോഹന്നാൻ 4:4 പറയുന്നില്ലേ, ഈ ലോകത്തുള്ളവനേക്കാളും വലിയവനാണ് എൻ്റെ ഉള്ളിൽ വസിക്കുന്നവനെന്ന്. നമ്മളെ ഉള്ളിൽ വസിക്കുന്ന ദൈവം എത്രയോ ശക്തനാണ്. നിസാരമായി ജീവിതത്തെ ക്രമപ്പെടുത്തുവാനായിട്ട് നമ്മുടെ ദൈവത്തിന് സാധിക്കുകയില്ലേ? നമ്മുടെ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ സാധിക്കുകയില്ലേ? എത്ര എത്ര തകർന്ന വ്യക്തിയാണെങ്കിലും, എത്ര ഭാരപ്പെടുന്ന വ്യക്തിയാണെങ്കിലും നിന്റെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കണം. നിന്നിൽ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇപ്പോൾ എന്തവസ്ഥയിലാണ് ഇരിക്കുന്നത്, ഏതവസ്ഥയിലാണ് ഇരിക്കുന്നതെന്ന് ഒന്ന് പരിശോധിക്കണം. കർത്താവെ, എൻ്റെ ഹൃദയത്തിലേക്ക് ഒന്ന് വരണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. കർത്താവിനെ വിളിക്കണം, പശ്ചാത്തപിക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്ന് നിറയുന്ന അവസ്ഥ ഉണ്ടാകും. ഇന്ന് കർത്താവിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നുണ്ടോ? ഒന്ന് ചിന്തിച്ച് നോക്കിയേ. കർത്താവിൻ്റെ ആത്മാവ് എന്നിൽ വസിക്കുന്നുണ്ടോ? ഞാൻ ഏത് വിധത്തിലാണ് ഞാൻ ജീവിതം ക്രമീകരിച്ചു കൊണ്ടിരിക്കുന്നത്? ഞാൻ ഇന്ന് ദൈവത്തിൻ്റെ ആലയമാണോ, അല്ലെങ്കിൽ ഞാൻ ഇന്ന് പാപത്തിൻ്റെ ഉപകരണമാണോ? ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ, ചിന്തിക്കണം. ചിലരൊക്കെ പറയും, ഞാൻ വല്ലപ്പോഴും മദ്യപിക്കുന്നു. നീ വല്ലപ്പോഴും മദ്യപിക്കുന്നതിൻ്റെ കാരണം നിന്നിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് വേണ്ടത്ര പ്രാധാന്യം നീ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഈ അശുദ്ധി വരുന്നത്? എന്തുകൊണ്ടാണ് ഈ പാപം നിന്നെ ഇങ്ങനെ വലിഞ്ഞു മുറുക്കിയത്? എന്താണ് നിന്റെ ജീവിതത്തിൻ്റെ പരാജയം? എന്താണ് നിന്റെ ജീവിതം ഇങ്ങനെ തകിടം മറിഞ്ഞു പോയത്? എന്താണ് നീ അധ്വാനിച്ചിട്ട് നിനക്ക് ഫലം കിട്ടാത്തത്? എന്താണ് നീ പ്രാർത്ഥിച്ചിട്ട് നിനക്ക് ഉത്തരം കിട്ടാത്തത്? ഒറ്റ ഇതേ ഉള്ളൂ, എന്ത്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആലയമായി മാറാനായിട്ട് നമുക്ക് സാധിച്ചിട്ടില്ല. ഒരു കാലത്ത് നമ്മൾ ദൈവവചനം കേട്ടു, നമ്മൾ മാനസാന്തരപ്പെട്ടു, തുടർന്ന് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു. പതുക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന പ്രലോഭനങ്ങളും ദുരാശകളും പ്രശ്നങ്ങളും കൂടി നമ്മളെ ഞെരിക്കപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്നകന്ന് നമ്മൾ ഈ ലോകത്തിൻ്റെ സുഖലോലുപതയിലേക്ക് വഴിമാറിപ്പോയി. ചിലരൊക്കെ ഒത്തിരി കാലഘട്ടം, എനിക്ക് ഓർമ്മയുണ്ട്, ഒത്തിരി കാലഘട്ടങ്ങളിലൊക്കെ ദൈവത്തിന് വേണ്ടി നന്നായിട്ട് കർത്താവിന് കൂടെ നിന്ന ചില വ്യക്തികളുണ്ട്. പക്ഷേ അവരുടെ ജീവിതത്തെ ദൈവം അനുഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ സമ്പത്തും സ്ഥാനങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം ക്രമീകരിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവർ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് പ്രാധാന്യം കൊടുക്കാത്ത വിധത്തിലേക്ക് കാര്യങ്ങൾ മാറി തുടങ്ങി. പലപ്പോഴും കുർബാനക്ക് പോകുന്നു, പലപ്പോഴും കുമ്പസാരിക്കുന്നു, പേരിന് ഒരു വിശ്വാസി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവത്തിന് നമ്മെ കൊണ്ട് എന്ത് പ്രയോജനമാണ് ഉണ്ടാകുക? ഇന്ന് ഞാൻ നിങ്ങൾ ചിന്തിക്കണം. നമ്മളിൽ നിക്ഷേപിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അനുദിനം നമ്മൾ ജ്വലിപ്പിക്കണ്ടേ? ഈ ലോകത്തിൻ്റെ വ്യഗ്രതയിൽ മുഴുകി പാപത്തിൻ്റെ അടിത്തട്ടിൽ അമരാനല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് വേണ്ടി ഒരു ഉപകരണമായി മാറണ്ടേ? അനേകർക്ക് മുമ്പിൽ കർത്താവിന് സാക്ഷ്യപ്പെടുത്തണ്ടേ? ഈ വിശ്വാസം നീ കാത്തു സൂക്ഷിക്കണ്ടേ? പ്രിയപ്പെട്ടവരെ, നമുക്ക് ഹൃദയം തുറന്ന് ഒന്ന് ആഗ്രഹിക്കാം, ഒന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മുടെ കുടുംബം എങ്ങനെയാ? നമ്മുടെ ജീവിത പങ്കാളി, മക്കള്, ഒരുപക്ഷെ എല്ലാവരും മിക്ക വീടുകളിലും എന്ന് പറയുന്നത് 2-3 പേര് പ്രാർത്ഥിക്കും, ബാക്കിയുള്ളവരെല്ലാം ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന ഒരവസ്ഥയാണ്. കുടുംബത്തിൻ്റെ വിശുദ്ധി അവിടെ ഇല്ല. കുടുംബത്തിന് വേണ്ടത്ര വിശുദ്ധിയില്ല. തോന്നുന്നത് പോലെ അല്ല പ്രിയപ്പെട്ടവരെ, അല്ല. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുമ്പിൽ നമ്മുടെ ജീവിതങ്ങളെ കൊടുക്കണം. ദൈവത്തിൻ്റെ വചനത്തിന് വേണ്ടി വിട്ടുകൊടുക്കണം. കർത്താവിൻ്റെ സ്നേഹത്തിന് വിട്ടുകൊടുക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നയിക്കാൻ പറ്റുന്ന വിധത്തിൽ നമ്മുടെ ഹൃദയത്തെയും നമ്മുടെ ശരീരത്തെയും വിശുദ്ധമാക്കി നമ്മൾ സൂക്ഷിക്കണം. വലിയൊരു അപകടമാണ് ഈ വിശുദ്ധി ഇല്ലായ്മയിലൂടെ കടന്നു പോകുന്നത്. വലിയൊരു അശുദ്ധി, വലിയൊരു ബന്ധനമാണ് ഈ വിശുദ്ധി ഇല്ലായ്മയിലൂടെ കടന്നു പോകുന്നത്. ഇന്ന് ഈ കാലഘട്ടത്തിൽ നോക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. എത്ര പാപം ചെയ്താലും, എത്ര തിന്മ ചെയ്താലും ഇതെല്ലാം ഒരു അലങ്കാരമായിട്ട് എടുക്കുന്ന അവസ്ഥ. പ്രിയപ്പെട്ടവരെ, ഇത് അലങ്കാരമല്ല, ഇത് തിന്മയാണ്. ഈ തിന്മയിൽ നിന്ന് മാറി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നയിക്കുന്ന വ്യക്തിയായിട്ട് നമ്മൾ മാറേണ്ടതാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 18-ാമത്തെ വാക്യം പറയുന്നുണ്ട്, വരുവിൻ മക്കളെ, നമുക്ക് രമ്യതപ്പെടാം. നിന്റെ പാപങ്ങൾ എത്ര കടുംചുവപ്പാണെങ്കിലും
അത് മഞ്ഞുപോലെ വെണ്മയുള്ളതാക്കി തരാം. ഇന്ന് കർത്താവ് നമ്മെ വിളിക്കുകയാണ്. കർത്താവ് ഇന്ന് വിളിച്ചെന്ന് എന്നോട് പറയുകയാണ്, ഞാൻ നിന്നെ വിശുദ്ധീകരിക്കാം, നിന്റെ പാപക്കറ ഞാൻ മാറ്റിത്തരാം, നിന്റെ ബന്ധനങ്ങൾ ഞാൻ അഴിച്ചു തരാം. നീ എൻ്റെതാകുമെങ്കിൽ. ഒരു കാര്യസാധ്യതയ്ക്ക് വേണ്ടി കർത്താവിനെ വിളിക്കാനല്ല, പിന്നെയോ നമ്മുടെ ജീവിത വിശുദ്ധിക്ക് വേണ്ടി, നമ്മുടെ നവീകരണത്തിന് വേണ്ടി, നമ്മുടെ കുടുംബങ്ങളുടെ ഐക്യത്തിന് വേണ്ടി, നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി കർത്താവിനെ വിളിക്കാനായിട്ട് നമ്മൾ തയ്യാറാകണം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ മണിക്കൂറിലേക്ക് നമ്മൾ നമ്മുടെ ജീവിതങ്ങൾ കൊടുക്കുക. കർത്താവിനോട് പറയുക, കർത്താവെ തെറ്റിപ്പോയി, തിന്മയാണ് ഞാൻ ജീവിച്ചത്, തിന്മയിലാണ് ഞാൻ ജീവിച്ചത്, പാപത്തിലാണ് ഞാൻ ജീവിച്ചത്, പാപസുഖത്തിലാണ് ഞാൻ ജീവിച്ചത്. എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് ഇന്ന് നിർജീവമാണ്. കർത്താവെ, എന്നെ ഈ അവസ്ഥയിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. കർത്താവിനോട് കരയണം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ആത്മാവിന് വേണ്ടി ദാഹിക്കണം. ദൈവത്തിൻ്റെ ആത്മാവിന് വേണ്ടി ദാഹിക്കണം. ഇന്ന് നിർജീവമായിരിക്കുന്ന നിന്റെ പരിശുദ്ധാത്മാവിനെ നീ കണ്ണുനീരോടെ കർത്താവിൻ്റെ മുമ്പിൽ കരയുമ്പോൾ കർത്താവ് ഒരു പുതിയ ജീവൻ കർത്താവ് തരും, ഒരു പുതിയ അഭിഷേകം കർത്താവ് തരും, വിശുദ്ധിയിൽ ജീവിക്കാനുള്ള അഭിഷേകം തരും. നിന്റെ ആത്മീയ മേഖല മെച്ചപ്പെടും, കുടുംബം പശ്ചാത്തലങ്ങൾ വിശുദ്ധീകരിക്കപ്പെടും, മക്കളുടെ മേൽ കർത്താവിൻ്റെ അഭിഷേകം വരും, ജീവിത പങ്കാളിയുടെ മേൽ കർത്താവിൻ്റെ കൃപയിറങ്ങി വരും. അങ്ങനെ നീയാവുന്ന സകല മേഖലകളും അനുഗ്രഹിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് കർത്താവ് നമ്മുടെ ജീവിതങ്ങളെ മാറ്റും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയം കർത്താവിനെ കൊണ്ട് കൊടുക്കാം. ഈ മണിക്കൂറിൽ ഒന്ന് ചിന്തിക്കാം, ദൈവമേ, എനിക്ക് അങ്ങയുടെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുള്ള ഒരു ജീവിതം എനിക്ക് ലഭിക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവ് നയിക്കുന്ന ഒരു വ്യക്തിയായി ഞാൻ മാറട്ടെ. ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ള ഒരു ആലയമായിട്ട് ഞാൻ മാറട്ടെ. ദൈവം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായി ഞാൻ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതങ്ങൾ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. കണ്ണുകൾ ഒരു നടച്ച് ഈശോയുടെ ആത്മാവിന് വേണ്ടി നമുക്ക് ദാഹിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിർജീവമായി കിടക്കുന്ന ഈ അവസ്ഥയിൽ നിന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ ഞങ്ങളെ ഉജ്ജ്വലിപ്പിക്കണമേ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ഉറവൂട്ടണമേ. പാപത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് വിടുതൽ തരണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ, വ്യക്തിജീവിതങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ അഭിഷേകമായി ഇറങ്ങണമേ. സമാധാനത്തിൻ്റെ ആത്മാവേ ഞങ്ങളിൽ വരണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, ഞങ്ങളുടെ ജീവിതങ്ങളെയും കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളിലും വന്ന് നിറയട്ടെ. വിശുദ്ധിയുള്ള, കൃപയുള്ള, സമാധാനമുള്ള, സന്തോഷമുള്ള, സമൃദ്ധിയുള്ള ഒരു ജീവിതങ്ങളായിട്ട് ഞങ്ങൾ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.